നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും സഞ്ചാരയോഗ്യമായ വഴികൾ ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ മറ്റുള്ളവർ നടക്കുന്ന വഴികൾ മുള്ളുകൾ കൊണ്ട് നിറയ്ക്കാതിരിക്കാൻ സാധിക്കും. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. അയാളെക്കുറിച്ച് ഗ്രാമത്തിലെ എല്ലാവർക്കും പരാതിയായിരുന്നു. അയാളുടെ വീടിന് മുന്നിലൂടെയായിരുന്നു അയൽ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പവഴി. പക്ഷേ ആ വഴിയുടെ ഇരുവശവും അയാൾ മുൾച്ചെടികൾ നട്ടുവളർത്തി. യാത്രക്കാർ നടക്കുമ്പോൾ ശരീരത്തിൽ മുള്ളുകൾ തറച്ചു. പലർക്കും മുറിവേറ്റു. ഗ്രാമവാസികൾ പലതവണ പറഞ്ഞു, ഈ ചെടികൾ പിഴുതുകളയൂ, ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അയാൾ കേട്ടില്ല. അവസാനം പരാതി ഗ്രാമത്തലവന്റെ അടുത്തെത്തി. ഗ്രാമത്തലവനും അയാളെ ശക്തമായി താക്കീത് ചെയ്തു. ഈ മുൾച്ചെടികൾ നീക്കണം. അയാൾ തലകുനിച്ച് സമ്മതിച്ചു. പക്ഷേ പുറത്തു വന്നതോടെ ഒന്നും അറിയില്ല. അയാൾ പഴയ പോലെ തന്നെ ജീവിച്ചു. മരവിച്ച മനസ്സോടെ ഏകനായാണ് അയാൾ ആ ഗ്രാമത്തിൽ കഴിഞ്ഞിരുന്നത്. മനസ്സ് കഠിനമായാൽ പിന്നെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. നല്ല അനുഭവങ്ങൾ മനസ്സിനെ സ്നേഹമുള്ളതാക്കും. പക്ഷേ വേദനകളും നിരാശകളും ചിലരെ കഠിനഹൃദയരാക്കും. എന്നാൽ സ്വന്തം വേദനയുടെ പേരിൽ മറ്റുള്ളവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കാൻ ആർക്കും അവകാശമില്ല. നമുക്കെല്ലാവർക്കും സഞ്ചാരയോഗ്യമായ വഴികൾ ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ മറ്റുള്ളവർ നടക്കുന്ന വഴികൾ മുള്ളുകൊണ്ട് നിറയ്ക്കാതിരിക്കാൻ സാധിക്കും. കാരണം ഒരു ചെറിയ കരുതൽ പോലും മറ്റൊരാളുടെ യാത്രയെ എളുപ്പമാക്കും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ.